ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ഒരു ക്രിസ്ത്യാനിയായി എൻ്റെ ജീവിതം ആരംഭിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ. ഞാനന്ന് പോയിക്കൊണ്ടിരുന്ന സഭയിൽ അതേപ്പറ്റി ആരും എന്നെ പഠിപ്പിച്ചില്ല. നിരാശപ്പെടുന്നതായിരുന്നു അതിലൊന്നാമത്തെ പ്രശ്നം. കാരണം ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു. ഇതിന്മേൽ ജയം എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പുറമേ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നു, എന്നാൽ എൻ്റെ ചിന്തയിലും എൻ്റെ മനോഭാവത്തിലും വലിയ പോരാട്ടമായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഞാൻ കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. അവൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴും കർത്താവിന് മുമ്പിൽ ശുദ്ധമായ മനസാക്ഷിയോടെ ജീവിക്കുമായിരുന്നു. എന്നാൽ നിരന്തരമായ വൃത്തത്തിലെത്ത പോലെ തോൽക്കുക, പിന്നെ ശുദ്ധീകരണം പ്രാപിക്കുക, അതെന്നെ നിരുത്സാഹപ്പെടുത്തി. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ അതിൽ നിന്നുണ്ടായ ഒരു പ്രശ്നമാണ് എന്നെ തന്നെ കുറ്റപ്പെടുത്തുക. ഞാൻ ചിന്തിച്ചു, മറ്റു വിശ്വാസികളൊക്കെ എത്ര മെച്ചപ്പെട്ടവരാണ്, എന്നാൽ ഞാൻ എത്ര അരിഷ്ടനായിട്ട് ജീവിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 50 വർഷം മുമ്പാണ് ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചത്. അങ്ങനെ ഞാൻ ദൈവവചനം ആഴമായിട്ട് പഠിച്ചപ്പം ദൈവം എന്നെ എത്ര ആഴമായി സ്നേഹിക്കുന്നു ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടി. അന്നു മുതൽ എപ്പോഴും ഒരു പോസ്റ്റർ എൻ്റെ മേശയ്ക്ക് മുകളിൽ ഞാൻ വയ്ക്കുമായിരുന്നു. എല്ലായ്പ്പോഴും പ്രവേശനം ഇല്ലാത്ത രണ്ട് വഴികൾ. നാമൊക്കെ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നവരാണ്. നോ എൻട്രി റോഡുകളിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കില്ല, കാരണം അത് അപകടം ഉണ്ടാക്കും. പ്രവേശനമില്ലാത്ത രണ്ട് റോഡുകൾ ഇതാണ്. നിരുത്സാഹപ്പെടുക, അതുപോലെ സ്വയം കുറ്റപ്പെടുത്തുക. ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. റോഡിലെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കുക. നിങ്ങൾക്ക് പ്രവേശനമില്ലാത്ത രണ്ട് റോഡുകളാണിത്. നിരുത്സാഹവും സ്വയം കുറ്റപ്പെടുത്തുന്നതും. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുക, ദൈവത്തിൻ്റെ ഈ ട്രാഫിക് റൂള് ഞാൻ ഇന്നു മുതൽ അനുസരിക്കും. പിശാചിനെതിരെ ദൈവം നിങ്ങളോടൊപ്പമാണ്. ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എത്രമാത്രം പരാജയമാണെങ്കിലും ദൈവം നിങ്ങളുടെ പിതാവാണ്. അവൻ എപ്പോഴും പിശാചിനെതിരെ നിങ്ങളുടെ വശത്താണ്. അതിനൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ എത്ര വലിയ പരാജയമാണെങ്കിലും ദൈവവചനത്തിൽ ഇത് സാധൂകരിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്ന ആ കാര്യം തന്നെ നിങ്ങളെടുക്കൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ന്യായവിധി നാളിൽ കർത്താവ് തള്ളിപ്പറയുന്ന ആ കൂട്ടർ ആരാണെന്നുള്ള കാര്യം? നീ വ്യഭിചാരം ചെയ്തുകൊണ്ട് ഞാൻ നിന്നെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിനക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ അവസരമുണ്ട്. ഇങ്ങനെ അവൻ പറഞ്ഞില്ല, നീ കൊലപാതകയായാൽ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിന്നെ തള്ളിപ്പറയുമെന്ന്. എന്നാൽ അവൻ പറഞ്ഞു, മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറയുന്നെങ്കിൽ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നത് മറ്റെല്ലാ പാപത്തിലും വലിയ പാപമാണ്. ഇവിടെ ഈ ഏറ്റവും വലിയ പാപം ചെയ്യാൻ പത്രോസിനെ ദൈവം അനുവദിക്കുന്നതായിട്ട് നാം കാണുന്നു. നമുക്ക് ഒരു നിമിഷം ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ വാക്യം നോക്കാം. ഇവിടെ യേശു ഇതേപ്പറ്റി പത്രോസിനോട് പറയുന്നുണ്ട്. ഇവിടെ ഈ വാക്യത്തിൽ ലൂക്കോസ് 22-ന്റെ-31 വാക്യത്തിലാണത്. ലൂക്കോസ് 22-ന്റെ-31 വാക്യം. ശിമയോനെ, ശിമയോനെ, യേശു പറഞ്ഞു, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഇവിടെ സ്വർഗസ്ഥലങ്ങളിൽ ഒരു യുദ്ധം നടക്കുകയാണ്. സാത്താന് പത്രോസിനെ തൊടാൻ കഴിയില്ല, എന്നെയും അവന് തൊടാൻ കഴിയില്ല. ഇതോർക്കുക. ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾ വയ്ക്കുക. നിന്നെ പാറ്റേണ്ടതിനായിട്ട് സാത്താൻ കൽപ്പന ചോദിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഇപ്പോഴും അവൻ അതാണ് ചെയ്യുന്നത്. യേശു എപ്പോഴും നമുക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും മറന്നു കളയരുത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഒരാളുണ്ടെന്ന് നാം മറന്നു പോകാറുണ്ട്. അവൻ നമ്മുടെ എതിരാളിയല്ല, നമ്മുടെ എതിരാളി പിശാചാണ്. അവൻ നമ്മുടെ അഡ്വക്കറ്റാണ്. 1 യോഹന്നാൻ 2:1. അവൻ എപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഇവിടെയും അവൻ പത്രോസിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അവൻ്റെ വിശ്വാസം
പൊയ്പോകാതിരിപ്പാൻ. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കു വേണ്ടിയും പക്ഷപാതം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മറ്റെന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടമായാലും, നിങ്ങളുടെ പണമോ നിങ്ങളുടെ ആരോഗ്യമോ, കർത്താവ് പറയും നിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല കർത്താവ് നമ്മുടെ പണം നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോന്ന്. നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും അവൻ തരും. നിങ്ങൾ ദൈവരാജ്യവും അവൻ്റെ നീതിയുമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ അവൻ കരുതിക്കൊള്ളും. ഞാനത് എൻ്റെ ജീവിതത്തിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്. 57 വർഷമായി ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയിലാണ്. ഇപ്പോൾ എനിക്ക് 84 വയസ്സുണ്ട്. ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. എൻ്റെ ആവശ്യങ്ങളൊക്കെ അവൻ നിറവേറ്റി. ഒരു ശമ്പളവും വാങ്ങാതെ, ആരോടും പണത്തിനു വേണ്ടി ചോദിക്കാതെ ഞാൻ കർത്താവിനെ വിശ്വസിച്ചു. ആ അപ്പോസ്തലന്മാരെ പോലെ തന്നെ ദരിദ്രരാജ്യമായ ഇന്ത്യയിൽ തന്നെ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടു. നമ്മുടെ മിക്ക സഭകളും ഇന്ത്യയിലെ ദരിദ്ര ഗ്രാമങ്ങളിലാണ്. വളരെ ദരിദ്രരായ ആളുകൾ. ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി. അത്ര എനിക്ക് പറയാൻ കഴിയും. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമെല്ലാം, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ സാക്ഷ്യം ഇതായിരിക്കണം: ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. യേശു അപേക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒരു കാരണവശാലും പോയിപ്പോകരുതെന്നാണ്. പത്രോസിന് വേണ്ടി അവൻ അതാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ വാക്കുകൾ ഓർത്തിരിക്കുക. ഇതിന്നും നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കണം. നിങ്ങൾ നിരാശപ്പെടുമ്പം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങൾ നിരാശപ്പെടുമ്പം, സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ഈ വാക്യം ഓർക്കുക. ലൂക്കോസ് 22:32 യേശു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ കാര്യം നിങ്ങൾ ഓർക്കുക. ഞാനോ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. 3 വാക്കുകൾ നമ്മളെ സംബന്ധിച്ച് സത്യമാണ്. അവനോ എന്നേക്കും ഇരിക്കുന്നു. എബ്രായർ 7:24 നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പിശാച് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് എപ്പോഴും ജീവിച്ചിരിക്കുന്നത് നമ്മളെ ദൈവസന്നിധി കുറ്റപ്പെടുത്താനാണ്. അവവാദി എന്നാണ് അവൻ്റെ പേര്. അവൻ നമുക്കെതിരാണ്. എന്നാൽ മറു സൈഡിൽ യേശു എന്നേക്കും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനാണ്. പത്രോസിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ വിശ്വാസം പോയിപ്പോകരുതെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സമയം നീ തിരിഞ്ഞു വരുമ്പം ഈ പരാജയത്തിൽ നിന്ന് നീ പുറത്തു വരുമ്പം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. പരാജയപ്പെട്ട നീ തന്നെയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഈ പത്രോസിന് അറിയില്ലായിരുന്നു താൻ എത്രമാത്രം ബലഹീനനാണെന്ന്. എന്നെയും നിങ്ങളെയും പോലെ ചില സമയത്ത് നാം പ്രശംസിക്കും, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പോവാണ്, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും തയ്യാറാണ്. അവൻ അർത്ഥമാക്കുകയാണത് പറഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, പത്രോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എത്ര ബലഹീനാണെന്ന് എനിക്കറിയില്ല. ഇന്ന് കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഏറ്റവും വലിയ പാവം യേശുവിനെ മനുഷ്യൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞവൻ. യേശു അവനെ പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയേണ്ടതാണ്. എങ്കിലും യേശു അവനോട് പറഞ്ഞു, നീ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇവൻ എന്നെ തള്ളിപ്പറയരുത് എന്ന് യേശു എന്തുകൊണ്ടാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്. ഈ സംഭവം നിങ്ങൾ വായിക്കുമ്പം യോഹന്നാന് മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനെ വിചാരണ ചെയ്യുന്ന ആ ഇടത്തേക്ക് യോഹന്നാന് പോകാനായിട്ട് കഴിഞ്ഞു. എന്നാൽ പത്രോസ് ആ ഗേറ്റിൽ വന്നപ്പം അവരവനെ അകത്ത് വിട്ടില്ല. നാം വായിക്കുന്നു, യോഹന്നാൻ ആ കാവൽക്കാരൻ്റെ അടുക്ക് വന്ന് അവനോട് സംസാരിച്ച് പത്രോസിനെ ഉള്ളി വരാൻ അനുവദിച്ചു. ആ ഒരു ചെറിയ സംഭവമാണ്. യോഹന്നാൻ ആ കാവൽക്കാരനോട് സംസാരിച്ച് പത്രോസ് അകത്ത് വരാൻ അനുവദിച്ചുകൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. യോഹന്നാൻ ഇവിടെ പത്രോസിനെ കാണുന്നില്ല എങ്കിൽ പത്രോസിനെ ആ സ്ഥാനത്ത് എത്താനായിട്ട് കഴിയുമായിരുന്നില്ല. എങ്കിൽ അവൻ യേശുവിനെ തള്ളിപ്പറയില്ലായിരുന്നു. അവൻ ആ നടുമുറ്റത്ത് എത്തിയതുകൊണ്ടാണ് അവൻ യേശുവിനെ തള്ളിപ്പറയാനിടയായത്. ആ ഗേറ്റിൽ യോഹന്നാൻ പത്രോസിനെ കാണാതിരിക്കാൻ ദൈവം അനുവദിച്ചിരുന്നെങ്കിൽ അവിടെ പത്രോസ് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുക്കിയത്? ഞാൻ പറയാം, പത്രോസ് തോൽക്കണമായിരുന്നു. ഇതുപോലെ പഴയ നിയമത്തിലെ പല ഭക്തന്മാരും തോൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു. അവരുടെ ബലഹീനത അവർ മനസ്സിലാക്കാനായിരുന്നു അത്. അവരെ താഴ്മയുള്ളവരാക്കാൻ. എത്രമാത്രം നകളം നമുക്കുണ്ടെന്നറിയാമോ? എന്നിലും നിങ്ങളിലും നമ്മളിലെല്ലാവരും നമുക്കതേപ്പറ്റി അറിയില്ല. അതാണ് ഏറ്റവും മോശപ്പെട്ട പാപം. നമുക്ക് പറയാം, ഞാൻ വ്യഭിചാരം ചെയ്യുന്നവനല്ല, ഞാൻ കള്ളം പറയുന്നവനല്ല, മോഷ്ടിക്കുന്നവനല്ല, ഇതുപോലെയുള്ള പല കാര്യങ്ങളും. അത് നമ്മൾ ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മളിൽ ഓരോരുത്തരും മറഞ്ഞു കിടക്കുന്ന നിഗളമുണ്ട്. അതേപ്പറ്റി നമുക്ക് ബോധ്യമില്ല. നാം സ്വയത്തിൽ ശക്തരാണ്. പ്രത്യേകിച്ച് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമോ, എനിക്ക് കുഴപ്പമില്ല. പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ ആശ്രയിക്കാതെ പ്രസംഗിക്കാമെന്ന് ചിന്തിക്കും. എത്ര വർഷങ്ങളായിട്ട് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇനിയും അതിന് കഴിയും.
കർത്താവ് പറയും നിനക്ക് കഴിയില്ല. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ പ്രസംഗിച്ചാലും 100 കൊല്ലമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളെ ഒരു വൃക്ഷത്തിൻ്റെ മുമ്പ് പോലെ നിസ്സഹായതയോടെ ആ വൃക്ഷത്തോട് പറ്റിയിരിക്കണം. ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങളെ വെട്ടിമാറ്റിയാൽ നിങ്ങൾക്കൊരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നീ ഫലം കായ്ച്ചുകൊണ്ടിരുന്നാലും ഞാനിതെപ്പോഴും എന്നെ തന്നെ ഓർമ്മിക്കും. ഈ കൊമ്പിനെയും വൃക്ഷത്തെപ്പറ്റി എപ്പോഴൊക്കെ ഞാൻ പ്രസംഗിക്കും അപ്പോഴൊക്കെ ഓർക്കാറുണ്ടോ, എനിക്കങ്ങനെ ആയിരിക്കണം. അപ്പോഴാ വൃക്ഷത്തിൻ്റെ ജീവരസം എന്നിലേക്ക് ഒഴുകി വരും. എനിക്കെപ്പോഴും അത് ഓർക്കണം. നമുക്ക് ഉണ്ടാകുന്ന ഒരു വലിയ പരീക്ഷയാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നുള്ള സ്വയത്തിലുള്ള വിശ്വാസം. കുറച്ച് സമയം നമുക്കങ്ങനെ ആയിരിക്കാം, പിന്നെ നമ്മൾ പരാജയപ്പെടും. പത്രോസിൻ്റെ ആ സ്വയത്തിലുള്ള വിശ്വാസത്തെ തകർക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് യോഹന്നാനെ പത്രോസിനെ ആ ഗേറ്റ് വെച്ച് കാണാനായിട്ടും അവനെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ടും ദൈവം അനുവദിച്ചത്. അതിൻ്റെ ഫലമായിട്ട് പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശു ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല, പിതാവേ എന്നെ അവൻ തള്ളിപ്പറയാൻ ഇടയാക്കല്ലേ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ചിലപ്പം തോറ്റുപോകാൻ അനുവദിക്കുന്നതെന്ന്. ദൈവത്തിന് അതിൽ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? ദൈവത്തിന് അത് തടയാൻ കഴിയില്ലേ? ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക സംഭവം. അവിടെ നിങ്ങളൊരു പാപത്തിൽ വീണുപോയി. ദൈവത്തിന് നിങ്ങളവിടെ വീഴാതിരിക്കാൻ തക്കണം നിസ്സാരമായിട്ട് ആ സാഹചര്യത്തിൽ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് അവനെ ചെയ്യാതിരുന്നത്? ചിലപ്പം ഒരപകടം ഉണ്ടാകുന്നു, അതിലൂടെ ചിലർക്ക് അവിടെ കുഞ്ഞുങ്ങളെ നഷ്ടമാകുന്നു, അടുത്ത ബന്ധുക്കളെ. നമ്മൾ അത്ഭുതപ്പെടും എന്തുകൊണ്ടാണ് ദൈവം അത് തടയാതിരുന്നത്. ദൈവത്തിന് നിസ്സാരമായിട്ട് അപകടം തടയാൻ കഴിയുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന റോമാലേഖനം 8:28 പറയുന്ന പോലെ ദൈവം ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. ദൈവം ഇന്ന് തിരിഞ്ഞു നോക്കി അങ്ങനെ ചിന്തിക്കുകയല്ല. ദൈവവചനം പറയുന്നത് അവൻ ഉലകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ്. ഉൽപ്പത്തി 1:1 തുടങ്ങുന്നതിന് മുമ്പ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ ആദിക്കും മുമ്പാണിത്. അതാണ് എഫേസ്യലേഖനം 1:4. അവൻ നമ്മെ തിരഞ്ഞെടുത്തത് ഉലകം സ്ഥാപിക്കുന്നതിന് വളരെ മുമ്പാണ്. അതുകൊണ്ട് ദൈവവചനത്തിലെ 1-ാമത്തെ വാക്യം ഉൽപ്പത്തി 1:1 ദൈവവചനത്തിലെ 1-ാമത്തെ വാക്യം എഫേസ്യലേഖനം 1:4. നമുക്കതൊന്ന് നോക്കാം. എഫേസ്യലേഖനം 1:4 നാം വായിക്കുന്നത്, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നാണ്. ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ പറയാം എഫേസ്യലേഖനം 1:4 വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യം. അതെന്താണ്? ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇതിനാൽ നിങ്ങൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ ദൈവം ചെയ്ത 1-ാമത്തെ കാര്യം എന്നെ തിരഞ്ഞെടുക്കായിരുന്നു, നിങ്ങളെയും. അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ സഹായിക്കും. നമ്മളിതറിയാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നമ്മളതെപ്പോഴും ഓർത്തിരിക്കണം. ദൈവവചനത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുന്നു 1400-കളിലാണ് ദൈവവചനം ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്തത്, 600 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഒരുപക്ഷെ 600 കൊല്ലങ്ങളായി കാണുകയല്ല. ചിന്തിച്ചു നോക്കൂ, അതിനു മുമ്പ് നിങ്ങൾക്കൊരു ബൈബിൾ വായിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളായിരുന്നു. പത്രോസ് പറഞ്ഞെന്നോ യോഹന്നാൻ പറഞ്ഞെന്നോ മറ്റുള്ളവർ കൂടെ പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായിരിക്കണമെന്നില്ല. എൻ്റെ ആവശ്യത്തിൽ എനിക്ക് മറിച്ച് നോക്കാനായിട്ടൊരു പുസ്തകമില്ല. നമ്മുടെ തന്നെ ഭാഷയിൽ ഒരു ബൈബിൾ നമ്മുടെ കയ്യിലുള്ള എത്ര അനുഗ്രഹമാണ്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, അനേകം വിശ്വാസികൾ ഈ വചനം വായിച്ചു നോക്കാനേ മെനക്കെടുന്നില്ല. ഞാൻ ഓർക്കുന്നു, നമ്മുടെ സഭയിൽ തന്നെയുള്ള ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചു, നീ എന്നും ദൈവവചനം വായിക്കാറുണ്ടോ? ഓ, ഞാൻ തിരക്കാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ഭക്ഷണം നീ കഴിക്കാറുണ്ടോ? എല്ലാ ദിവസവും ഉറങ്ങാറുണ്ടോ? നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതുമാണ് പ്രധാനപ്പെട്ടതെന്ന്? ഒരു 15 മിനിറ്റ് ദൈവവചനവുമായിട്ട് ഇരിക്കാൻ നിനക്ക് ശരിക്കും സമയമില്ലേ? പിന്നെ എങ്ങനെ നിനക്ക് വളരാനായിട്ട് കഴിയും? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചിന്തിക്കരുത്. അത് ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാത്ത പോലാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് എങ്ങനെ ബലം കിട്ടും? അതാണ് ഞാൻ പറയുന്നത്. ഇത് അത്ഭുതകരമായ ഒരു വാക്യമാണ്. അവൻ ഉൽപ്പത്തി 1:1 മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ. അതിനൊരു ഉദ്ദേശമുണ്ട്, നാം വിശുദ്ധരാകേണ്ടതിന്. വിശുദ്ധനാകാൻ നിനക്കൊരാഗ്രഹമുണ്ടോ? എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, അത് നിന്നെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതാണ് ആ വാക്യം പറയുന്നത്. അവൻ നിന്നെ തിരഞ്ഞെടുത്തത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ് അവസാനമെന്നാണ്, രക്ഷിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ഫലമെന്ന്. പലരും പ്രസംഗിക്കുന്നത് ഇപ്രകാരമാണ്, നിനക്ക് സ്വർഗത്തിൽ പോകണോ അതോ നിനക്ക് നരകത്തിൽ പോകണോ? എന്നെ ദൈവം അതിൽ നിന്ന് സ്വതന്ത്രനാക്കി.
എനിക്ക് സത്യസന്ധതയോടെ ദൈവത്തിന് മുമ്പാകെ പറയാൻ കഴിയും. എൻ്റെ താല്പര്യം സ്വർഗത്തിൽ പോകുന്നത് അല്ല. പല പ്രാവശ്യം ഞാനത് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. സ്വർഗീയ പിതാവേ, അങ്ങയോടൊപ്പവും യേശുവിനോടൊപ്പം ആയിരിക്കുകയാണ് എൻ്റെ താല്പര്യം. അതുപോലെ പരിശുദ്ധാത്മാവിനോടൊപ്പം നിത്യത മുഴുവനും. ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ നരകത്തിലാണെങ്കിൽ ആ നരകത്തിൽ നിന്നോടൊപ്പം ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ നരകം എനിക്ക് സ്വർഗമാവും. അവിടെയുള്ള തീയോ പുഴുവോ ഒന്നും എനിക്ക് പ്രശ്നമായിരിക്കില്ല. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് എന്നെ സംബന്ധിച്ച് സ്വർഗമെന്ന് പറയുന്നത്. യേശുവിനോടുകൂടെ ആണെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ എനിക്ക് സ്വർഗം തുടങ്ങിക്കഴിഞ്ഞു. ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ എല്ലാം. ദൈവത്തിൻ്റെ ആഗ്രഹം ഉലകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. എന്താണ് ആ വാക്യം പറയുന്നത്? നിങ്ങൾ വിശുദ്ധരാകേണ്ടതിന്, നിഷ്കളങ്കരാകാൻ. സ്നേഹത്തിൽ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുകയാണ്. അവൻ്റെ മക്കളാകാൻ, അവൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രസാദപ്രകാരം. എഫേഷ്യർ 1:6 മനോഹരമായ ഒരു വാക്യമാണ്. അത് കാണുന്നത് കിം ജെയിംസ് വേർഷനിൽ മാത്രമാണ്. ഈ മനോഹരമായ പദം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ വായിച്ചു, ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ 1-ാമത്തെ വാക്യമാണിത്. ഉൽപ്പത്തി 1:1 മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു, തൻ്റെ തിരുഹൃദയപ്രകാരം നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അവൻ നമ്മെ മുൻ നിയമിച്ചു അവൻ്റെ മക്കളാകാൻ. അത് എൻ്റെ തിരഞ്ഞെടുപ്പല്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനെ സ്വീകരിച്ചു. 64-65 വർഷങ്ങൾക്ക് മുമ്പ്. അതിന് ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ പേര് അവൻ അറിയാമായിരുന്നു. എൻ്റെ പേര് ആ ജീവപുസ്തകത്തിൽ എഴുതി, നിങ്ങളുടെ പേരും. തൻ്റെ മകനായി എന്നെ തിരഞ്ഞെടുത്തു. അത് അവൻ്റെ തിരുഹൃദയ പ്രകാരമാണ്. ഞാൻ പറയും, ഞാൻ അവനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ശരിയാണ്, അതിനെത്രയോ മുമ്പ് എന്നെ തിരഞ്ഞെടുക്കാൻ അവൻ തീരുമാനിച്ചു. രണ്ടും സത്യമാണ്. ശരിയാണ്, ഒന്നില്ലാതെ മറ്റേതില്ല. ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചിൽ 2 വയറുകൾ കൂട്ടിമുട്ടുമ്പോഴാണ് ആ ലൈറ്റ് ഓണാകുന്നത്. ഒരു വയറ് മാത്രം പോരാ. നിങ്ങളെ ആ സ്വിച്ച് ഓണാക്കുമ്പോൾ ആ 2 വയറുകളും ഒരുമിച്ച് മുട്ടുകയാണ്. എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ മുട്ടുമ്പോൾ എനിക്ക് രക്ഷ കിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഒന്നാമത്. അവിടെ നിന്നാണ് വിധിശക്തി വരുന്നത്. അത് സന്ധിച്ചു കഴിയുമ്പം എനിക്ക് രക്ഷ കിട്ടുന്നു. എന്നാൽ അത് അവൻ്റെ തിരുഹൃദയ പ്രകാരമാണ്. ഈ പദങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ഈ പദങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് അനേകം പ്രാവശ്യം വന്നിട്ടുണ്ട്. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. എന്നെ അവൻ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ അനാഥശാലകളിൽ അവർ വളരെയധികം നിരാശരായിട്ടാണ് ജീവിക്കുന്നത്. കാരണം അവരെ സ്നേഹിക്കാനായിട്ടൊരു മാതാവോ പിതാവോ ഇല്ല. പല ക്രിസ്ത്യാനികളും ഇതുപോലെ അനാഥരെ പോലെയാണ് പെരുമാറുന്നത്. കാരണം അവർക്കറിയില്ല തൻ്റെ പ്രിയനായവനിൽ ദൈവം അവരെ സ്വീകരിച്ചെന്നുള്ള കാര്യം. ദത്തെടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളും അതേസമയം ആ വീട്ടിലുള്ള സ്വന്തം കുഞ്ഞുങ്ങളും ഒരു വീട്ടിലുള്ളപ്പം ദത്തെടുത്ത കുഞ്ഞുങ്ങൾ വ്യത്യസ്തരാണ് പെരുമാറുന്നത്. ഈ ദത്തെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തനിച്ച് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ഈ അപ്പനും അമ്മയും ഞാൻ ശരിക്കും അവൻ്റെ മകനല്ലാത്തതുകൊണ്ട് എന്നെ പുറത്താക്കുമോ? ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അവൻ നമ്മെ അവൻ്റെ പ്രിയനായവനിൽ സ്വീകരിച്ചു. എൻ്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, പിശാച് നിങ്ങളെ നിരാശപ്പെടുത്തുമ്പം ഇത് ഓർത്തിരിക്കുക. ഈ വാക്കുകൾ ഓർക്കുക. എഫേസ്യ ലേഖനം 1:6. തൻ്റെ പ്രിയനായവനിൽ അവൻ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അതിനർത്ഥം ഇതല്ല, എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാം. അല്ല, തുടങ്ങുന്ന അവൻ എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ ദൈവം എന്നെ വ്യത്യാസപ്പെടുത്തും. അവൻ എൻ്റെ ഇഷ്ടത്തെ അവൻ്റെ ഇഷ്ടത്തോടെ അനുരൂപപ്പെടുത്തും. ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവം എന്നേക്കുമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അപ്രകാരമുള്ളൊരു മുൻ തിരഞ്ഞെടുപ്പിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഇങ്ങനെ ഇതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളുമായി. ഞാനത് വിശ്വസിക്കുന്നില്ല. മുൻ തെരഞ്ഞെടുപ്പും മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്ത ഈ വാക്യമാണ്. അത് നാം കാണുന്നത് 2 തീമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. മനോഹരമായൊരു വാക്യം. 2 തീമോത്തിയോസ് 2:19. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ സ്ഥിരമായ
അടിസ്ഥാനം, അത് നമ്മുടെ രക്ഷയാണ്. നിലനിൽക്കുന്നു കുലുക്കമില്ലാതെ. അതിൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ട്. ആ മുദ്രയ്ക്ക് 2 വശങ്ങളുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ദൈവം തനിക്കുള്ളവയെ അറിയുന്നു. ആ മുദ്രയുടെ അടിഭാഗത്ത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ, ദുഷ്ടത വിട്ട്. അതാണ് അതിൻ്റെ സമതുലിതാവസ്ഥ. മുൻ നിർണയം കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. സ്വതന്ത്ര ഇച്ഛ, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം പാപം വിട്ടകന്നിരിക്കണം. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ മുദ്രയുടെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. അതെനിക്ക് കാണാൻ കഴിയില്ല. ആ മുദ്രയുടെ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ കാണാൻ കഴിയില്ല. അത് ദൈവം കാണുന്നതാണ്. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. എനിക്കറിയില്ല. എന്നാൽ അതേ മുദ്രയുടെ അടിഭാഗം എനിക്ക് കാണാൻ കഴിയും. അവിടെ രേഖപ്പെടുത്തിയത് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടുകളയണം. അങ്ങനെയാണ് ഞാനൊരു ദൈവത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ അങ്ങനെ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ പൂർണ്ണനല്ല, എന്നാൽ പാപത്തെ ഞാൻ ഒഴിവാക്കുന്നു. എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള തെളിവാണത്. അതാണ് അതിൻ്റെ സത്യം. ഈ ഒരു വാക്യത്തിൽ ദൈവത്തിൻ്റെ മുൻ തെരഞ്ഞെടുപ്പും അതുപോലെ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയും നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ മുൻ നിർണയിച്ചിരിക്കുന്നത്? നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 28-ാം വാക്യം വളരെ പ്രശസ്തമാണ്. അനേകം വിശ്വാസികൾക്ക് ഇതറിയാം. നമുക്ക് ആശ്വാസം തരുന്നൊരു വാക്യമാണത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നു. ചില ആളുകൾ അവിടെ നിർത്തും. ചില വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് നാം പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തും. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ആ വാക്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ. വചനം കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ആ വാക്യം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് നാം അറിയുന്നു. അതറിയുന്നത് നല്ലതാണ്. റോമർ 8:28 ദൈവം സകലതും, അതിനർത്ഥം ദൈവം നമ്മുടെ സാഹചര്യത്തെയൊക്കെ ക്രമീകരിച്ച് നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യവും സകലവും ഒരുമിച്ച്, ഓരോ കാര്യങ്ങളല്ല, ഒരു പ്രത്യേക കാര്യം, നമുക്കുണ്ടായ ഒരു അപകടം, അതല്ല എൻ്റെ നന്മയ്ക്കായി തീരുന്നത്. ഒരു സാമ്പത്തികമായ നഷ്ടം, എന്നെ ബുദ്ധിമുട്ടിച്ച ഒരു സംഭവം, ഒരു തോൽവി, അതല്ല എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് വ്യാപരിക്കുന്നത്. നാം വായിക്കുന്ന ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യവും ഒരുമിച്ച് ചേരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യവും ഒരുമിച്ച് കൂടി ചേരുമ്പോൾ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കുണ്ടായ ആ ഒരു സംഭവം അതെൻ്റെ നന്മയ്ക്കല്ലെന്ന് എനിക്ക് തോന്നും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യം നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതോ ഒരു കാര്യം അത് നിങ്ങളുടെ നന്മയ്ക്കായി തീർന്നു കാണുകയില്ല. എന്നാൽ ആ കാര്യം അതോടുകൂടെ സംഭവിച്ച മറ്റു കാര്യങ്ങളും ദൈവം അനുവദിച്ച സകല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ട് വ്യാപരിക്കും. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പലപ്പോഴും ദൈവവചനം നാം ശരിയായിട്ട് വായിക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഓരോ കാര്യവും അതിൽ തന്നെ എൻ്റെ നന്മയ്ക്കായി തീരുമെന്നല്ല, എല്ലാ കാര്യങ്ങളും കൂടിച്ചേർന്ന് ഒരുമിച്ച് എൻ്റെ നന്മയ്ക്കായിട്ട് തീരും. അതിൻ്റെ അടുത്ത കാര്യം, ആ നന്മ എന്താണത്? അതെന്നെ കൂടുതൽ സമ്പന്നനോ ആരോഗ്യമുള്ളവനോ കൂടുതൽ അറിയപ്പെടുന്നവനോ കൂടുതൽ കഴിവുള്ളവനോ ആക്കുന്നതൊന്നുമല്ല. ദൈവത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ, അതാണ് നാം 29-ാം വാക്യത്തിൽ വായിക്കുന്നത്. അത് യേശുവിനെ പോലെ ആക്കുന്നതാണ്. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് എന്നെ സമ്പന്നനോ ആരോഗ്യമുള്ളവനാക്കുകയല്ല, എന്നെ കൂടുതൽ ക്രിസ്തുതുല്യനാക്കും. സാമ്പത്തികമായിട്ട് ഞാൻ അല്പം ദരിദ്രനായിരുന്നാലും എനിക്ക് കൂടുതൽ ക്രിസ്തുതുല്യനാകാൻ കഴിയും. ഒരു പക്ഷേ സൗഖ്യം ലഭിക്കാഞ്ഞ ഒരു രോഗമായിരിക്കാം. ഇതിലൂടെ ആയിരിക്കാം ഞാൻ കൂടുതൽ ക്രിസ്തുതുല്യനാകുന്നു. പൗലോസിന് ഒരു രോഗമുണ്ടായിരുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലത്തെപ്പറ്റി പറയുന്നു. അതിനെ പിശാചിൻ്റെ ദൂതനെന്നാണ് അവൻ വിളിക്കുന്നത്. നിങ്ങളുടെ ജഡത്തിൽ നിങ്ങൾക്കൊരു ശൂലമുണ്ടോ? അത് നിങ്ങളുടെ ശരീരത്തിൽ പിശാച് തന്നതാണ്. നിങ്ങൾക്കും പൗലോസുമായിട്ട് കൂട്ടായ്മയിലായിരിക്കാം. പൗലോസിനോടുള്ള കൂട്ടായ്മ എത്ര നല്ലതാണ്. പൗലോസ്, അവനും തൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു. സാത്താൻ്റെ ഒരു ദൂതൻ, പിശാചിൻ്റെ ഒരു ദൂതൻ നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ജഡത്തിലുള്ള ഒരു ശൂലം. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. ശരി, കർത്താവിൻ്റെ വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസ്, ദൈവം അവനെ ശക്തിയായിട്ട് ഉപയോഗിച്ചു. അവൻ ഒരിക്കൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്. എന്നാൽ അവൻ്റെ ജഡത്തിൽ ഈ ശൂലമുണ്ട്. അവൻ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞില്ല, അത് ഞാൻ മാറ്റുകയില്ല. പിന്നെ അവൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് മാറ്റണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. കർത്താവ് പറഞ്ഞില്ല,
ഒരു മറുപടിയുമില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അവന് മറുപടി കിട്ടിയില്ലായിരുന്നെങ്കിൽ 3000 പ്രാവശ്യം അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നല്ല, അവന് മറുപടി കിട്ടുന്നതുവരെ അവൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മറുപടി ഇതായിരുന്നു: ഞാൻ ഈ രോഗം മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രശ്നം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റുകയില്ല. കാരണം പൗലോസേ, നീ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നീ നിഗളിയാകാൻ ഒരു സാധ്യതയുണ്ട്. നീ നിഗളിയായാൽ ദൈവം പറയുകയാണ്, എൻ്റെ മാറ്റമില്ലാത്ത ഒരു നിയമമാണ് ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കും. 1 പത്രോസ് 5:5 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അവൻ പറഞ്ഞു, പൗലോസേ, നീ താഴ്മയുള്ളവനാണെങ്കിലേ എനിക്ക് കൃപ തരാൻ കഴിയൂ. നിന്നെ ഞാൻ ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. നീ സഭകൾ സ്ഥാപിച്ചു, അത്ഭുതം ചെയ്തു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നീ തിരുവചനം എഴുതുന്നു. നീ നിഗളിയാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. നമ്മളാരും ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ നിഗളിക്കാനുള്ള സാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കർത്താവിന് വേണ്ടി ഏതെങ്കിലും ചെറിയ കാര്യം നാം ചെയ്തു, ആരെങ്കിലും നമ്മളെ പുകഴ്ത്തി, നമ്മൾ നിഗളിക്കും. നിഗളം അത്രത്തോളം നമുക്കടുത്താണ്. നമ്മളതിനെ എത്രമാത്രം നിരസിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കാതെ അത് നമുക്കടുത്ത് എപ്പോഴും വരാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ നിഗളിയാക്കാതെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നീ നിഗളിയാകാതിരിക്കാനുള്ള ഒരു വഴി, നിന്റെ ജഡത്തിൽ ഞാനൊരു ചെറിയ ശൂലം തരികയാണ്. നിന്റെ കുടുംബത്തിലുള്ള ഒരു ചെറിയ പ്രശ്നം, നിന്റെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നം. അതിനോടുള്ള പൗലോസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ അവനൊരു ഉത്തരം കിട്ടി. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ 3000 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അവൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, അവൻ ഉത്തരം കിട്ടുന്നത് വരെ അവൻ പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് തിരുവചനമുണ്ട്. മറിച്ച് നോക്കാൻ പൗലോസിൻ്റെ അതില്ലായിരുന്നു. ഇന്ന് നമുക്ക് ദൈവവചനമുണ്ട്. അത് നമ്മളോട് പറയും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതിയെന്നായിരിക്കും. നമുക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് പോകാം. നാം ശ്രദ്ധിച്ച തിരുവചനം വായിച്ചാൽ ഒത്തിരി കാര്യം നമുക്ക് പഠിക്കാൻ കഴിയും. 2 കൊരിന്ത്യർ 12:7 വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിപ്പാൻ. ഈ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 12:7 ഞാൻ നിഗളിച്ച് പോകാതെ ഇരിപ്പാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശ്നം മാറാതെ ഇരിക്കുമ്പോൾ, ചില രോഗം അത് നിങ്ങളെ വിട്ടു പോകുന്നില്ല, പ്രതീക്ഷിക്കാതെ ഒരു അപകടം, ഇങ്ങനെ എന്തെങ്കിലും. റോമാലേഖനം 8:28-29 ഒരുമിച്ച് വായിക്കുക. ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആ നന്മ അല്പം കൂടെ ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ്. നിങ്ങൾ സമ്പന്നരോ ആരോഗ്യമുള്ളവരോ ഇതുപോലുള്ള ഒരു കാര്യവുമല്ല. എന്നാൽ അല്പം കൂടെ നാം ക്രിസ്തുവിനെ പോലെയാകും. അല്പം കൂടെ താഴ്മയുള്ളവൻ, അല്പം കൂടെ വിശുദ്ധിയുള്ളവൻ, കഷ്ടം അനുഭവിക്കുന്നവരോട് അല്പം കൂടി കരുണയുള്ളവൻ. കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നവർ സാധാരണ അതുപോലെയുള്ള കഷ്ടങ്ങളിലൂടെ അവർ തന്നെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. അങ്ങനെയല്ലേ ഒരാളുടെ മകൻ മരിച്ചുപോയി. മറ്റൊരാളുടെ മകൻ മരിക്കുമ്പം അവനോട് കൂടുതൽ കരുണ കാണിക്കാൻ കഴിയും. എനിക്കങ്ങനെ ഒരു അനുഭവം ഇല്ലെങ്കിൽ എനിക്ക് പോയി ആ ആളെ ആശ്വസിപ്പിക്കാൻ കഴിയും. എന്നാൽ മകൻ നഷ്ടപ്പെട്ട അവനെപ്പോലെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കൽ നാം സ്വർഗത്തിൽ എത്തിച്ചേരുമ്പം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന്. അതുകൊണ്ട് ആ നാളിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കുകയില്ല. കർത്താവെ, ഭൂമിയിൽ വെച്ചത് എനിക്ക് മനസ്സിലായില്ല. ഭൂമിയിൽ ഞാനത് ചോദ്യം ചെയ്തു. ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമായി കാണാം. മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുവദിച്ചത്. ആ സ്വർഗീയ കാഴ്ച നിങ്ങൾക്ക് ഇന്നേ ഉണ്ടെങ്കിൽ നാം ഇതേപ്പറ്റി എല്ലാം ആശങ്കയുള്ളവരോ നമ്മെ തന്നെ കുറ്റപ്പെടുത്തുന്നവരോ ആയിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? 2 കൊരിന്ത്യർ 12:7 വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. അതൊരു ദാനമാണ്. ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജന്മദിനത്തിൽ ഒരു സഹോദരൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. ഒരു പക്ഷേ മനോഹരമായി പൊതിഞ്ഞ് മനോഹരമായ ഒരു ഗിഫ്റ്റ് ബോക്സിൽ പുറത്ത് മനോഹരമായ റിബൺ കൊണ്ട് കെട്ടി. നിങ്ങൾ ആ പെട്ടി തുറന്നപ്പം അതിനകത്ത് ഒരു മുള്ള്. നിങ്ങൾ പറയില്ലേ ഇതെന്തൊരു സമ്മാനമാണ്? അതാണ് പൗലോസ് പറയുന്നത്. മനോഹരമായി പൊതിഞ്ഞ ഒരു പെട്ടിക്കുള്ളിൽ ദൈവം എനിക്കൊരു ദാനം തന്നു. എന്നാൽ അതിനുള്ളിൽ ഒരു മുള്ളാണ്. എൻ്റെ ജഡത്തിൽ എന്നെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുള്ള. ഇതൊരിക്കലും മറക്കരുത്. എനിക്ക് തന്നിരിക്കുന്നു. ഇതാരാണ് തന്നത്? ദൈവം എനിക്ക് തന്നിരിക്കുന്നു.
വചനത്തിലെ ഓരോ വാക്യവും വായിക്കുക. ജഡത്തിൽ ഒരു ശൂലം. എന്നാൽ ഇത് പിശാചിൻ്റെ ഒരു ദൂതൻ തന്നെയാണ്. പിശാചിൻ്റെ ഒരു ദൂതനെ ദൈവം ദാനമായിട്ട് നൽകുമോ? ഒരു പിശാചിൻ്റെ ദൂതൻ നിന്നെയോ നിന്റെ കുടുംബത്തെയോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അതിനെ ഒരു അനുഗ്രഹമായിട്ട് മാറ്റാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത എന്ത് കാര്യമാണ് നമ്മുടെ സ്വർഗീയ പിതാവിന് ചെയ്യാൻ കഴിയാത്തത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ നാമം വിശദീകരിക്കപ്പെടണം. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. സ്വർഗത്തിലെ പോലെ അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ. അവന് ചെയ്യാൻ കഴിയും. ദുഷ്ടനിൽ നിന്നുള്ള ആ വിടുതൽ നീ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. എന്നാൽ അവൻ ചെയ്യും. ഒന്നാമത് നമുക്ക് രക്ഷ വേണ്ടിയത് നമ്മുടെ നിഗളത്തിൽ നിന്നാണ്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് തടസ്സമായിട്ടുള്ള ഒരേ ഒരു കാര്യം നിഗളമാണ്. അതൊരു നിയമമാണ്. വെള്ളം എപ്പോഴും താഴോട്ട് ഒഴുകുമെന്ന് പറയുന്നത് പോലെ തന്നെ വെള്ളം മുകളിലോട്ട് ഒഴുകുകയില്ല. ഗുരുത്വാകർഷണം താഴേക്ക് വലിക്കുന്ന പോലെ. ഇതുപോലെ തന്നെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു നിയമമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. അതാരായിരുന്നാലും അത് ദൈവത്തിൻ്റെ ഒരു നിയമമാണ്, മാറ്റാൻ പറ്റില്ല. ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനായിട്ട് പിശാച് യേശുവിനോട് പറഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയിരുന്നെങ്കിൽ യേശു ആയതുകൊണ്ട് ഗുരുത്വാകർഷണം മാറി നിൽക്കില്ലായിരുന്നു. ഇല്ല, ഗുരുത്വാകർഷണം അവനെ താഴേക്ക് വലിച്ച് അവൻ നിലത്ത് വീണ് അവിടെ മരിക്കാനിടയാകുമായിരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. നീ ഒരു നല്ല വിശ്വാസിയായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ നിഗളിയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ എതിർക്കും. അതൊരു പ്രമാണമാണ്. അത് ഓർത്തിരിക്കുക. ആർക്കു വേണ്ടിയും അവനത് മാറ്റത്തില്ല. ഈ ഗുരുത്വാകർഷണം അവൻ തൻ്റെ പുത്രനായ യേശുവിന് വേണ്ടി മാറ്റിയില്ല. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും അവനത് മാറ്റുകയില്ല. അത് ആളുകളെ താഴേക്ക് വലിക്കും. നിങ്ങൾ എപ്പോഴും ആളുകളെ താഴേക്ക് വലിക്കും. എന്നാൽ മറ്റൊരു നിയമം കൂടെ ഉണ്ട്. 1 പത്രോസ് 5:5 പറയുന്ന പോലെ താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കും. അതുകൊണ്ട് മറ്റെന്ത് കാര്യത്തെക്കാളും അധികം നാം അന്വേഷിക്കേണ്ടത് ഈ താഴ്മ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം ഞാൻ കാണിക്കാം. സെഫന്യാവിൻ്റെ പുസ്തകത്തിലാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ പഴയ നിയമം വായിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പഴയ നിയമത്തിലുള്ള ഒരു മനോഹരമായ വാക്യം നമുക്ക് സെഫന്യായുടെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെഫന്യാവ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇതെന്നെ ഒരിക്കൽ അനുഗ്രഹിച്ചു. ആദ്യം ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അനേക വർഷങ്ങൾക്ക് ശേഷം ഞാനിത് വായിച്ചപ്പോൾ ഇതെന്നെ അനുഗ്രഹിച്ചു. സെഫന്യാവ് 2-ാം അധ്യായം 3-ാം വാക്യം. സെഫന്യാവ് എവിടെയാണെന്നറിയാമോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. സ്വർഗത്തിൽ ഒരു ദിവസം ഞാൻ സെഫന്യാവിനെ കാണും. അവൻ ചോദിക്കും, നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയില്ലേ, അതെവിടാ? അവൻ ചോദിക്കും, 2-3 പേജേ ഉള്ളായിരുന്നു, അത് വായിക്കാൻ സമയം കിട്ടിയില്ലേ? വായിക്കുക. നിങ്ങൾ ഹഗ്ഗായിയെ കാണും, ഹബക്കൂക്കിനെ കാണും. അവരൊക്കെ സ്വർഗത്തിലുണ്ട്. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുക. സെഫന്യാവ് 2-3-ാം വാക്യം. അത് താഴ്മയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും, ഭൂമിയിലെ സകല സൗമ്യന്മാരുമായിട്ടുള്ളവരെ, സഹോദര, നീ താഴ്മയുള്ളവരുവനാണോ? ദൈവത്തിന് സ്തോത്രം. എല്ലാ താഴ്മയുള്ള സഹോദരി സഹോദരന്മാരോടും ദൈവം ഉപദേശിക്കുകയാണ്. അവനെ അന്വേഷിപ്പീൻ. എന്തിനാണ് അവനെ അന്വേഷിക്കേണ്ടത്? ആ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് സൗമ്യത അന്വേഷിപ്പീൻ. നിങ്ങൾ പറയും, ഞാനിപ്പം താഴ്മയുള്ളവനാണ്. എന്നാൽ അവനിവിടെ പറയുകയാണ്, കൂടുതൽ സൗമ്യത അന്വേഷിപ്പീൻ. നിങ്ങൾ സൗമ്യരാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നത് ഇതാണ്, കൂടുതൽ സൗമ്യത അന്വേഷിക്കുക. മറ്റൊരു വാക്കിൽ താഴ്മയെന്ന് പറയുന്നത് നിരന്തരം അന്വേഷിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത അവസാനം വരെ നാം താഴ്മ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. കൂടുതലായിട്ട്. അവസാനമില്ലാത്തൊരു അന്വേഷണമായിരിക്കണം. ഭൂമിയിലെ ഏറ്റവും താഴ്മയുള്ളവരാണ് ഇത് പറയുന്നത്, എല്ലാവരോടുമല്ല. ഈ സഭയിലെ താഴ്മയുള്ളവരോട് ദൈവം പറയുന്നു, കൂടുതൽ താഴ്മ അന്വേഷിക്കുക. ഇതെന്നും നിങ്ങൾ ഓർത്തിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കും. കൂടുതൽ താഴ്മയിലേക്ക് വരാൻ പൗലോസിനെ ദൈവം എങ്ങനെയാണ് സഹായിച്ചത്? തൻ്റെ ജഡത്തിൽ ഒരു ശൂലം നൽകിക്കൊണ്ടാണ്. ഇത് ശ്രദ്ധിക്കുക. നമുക്ക് തിരിച്ച് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് പോകാം. അതിൻ്റെ 7-ാം വാക്യം. ഈ ജഡത്തിലുള്ള ശൂലം അവൻ എനിക്ക് തന്നത് ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് തന്നെയാണ്. ദൈവത്തിന് നന്ദി, അവൻ നമ്മുടെ വശത്താണ്. നാം നിഗളിച്ച് പോകുന്നതിൽ നിന്ന് നമ്മെ തടയാൻ. എനിക്ക് സ്വയം അത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് താഴ്മയുള്ളവനാകണം. അതിന് ദൈവം എന്നെ സഹായിക്കണം. ചിലപ്പോൾ അതിനെന്നെ സഹായിക്കുന്നത് ജഡത്തിലൊരു ശൂലം തന്നുകൊണ്ടായിരിക്കാം. ഞാൻ എത്രയോ പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്, ജഡത്തിലെ ഒരു ചെറിയ ശൂലം. അപ്പോൾ ദൈവം പറയും,
ഞാൻ നിന്നെ ഉപയോഗിക്കുന്നു, നീ നിഗളിക്കാം, നീ താഴ്മയുള്ളവനാവണം. ഞാൻ പറഞ്ഞു, നന്ദി കർത്താവേ. ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞു. എത്രയധികം നീ എനിക്കായിട്ട് കരുതുന്നു. ഞാൻ ഒരിക്കലും നിഗളിയാകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം സംഭവിച്ചത്. ചിലപ്പോൾ നാം അത്ഭുതപ്പെടും, എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്. ഉത്തരം ഇതാണ്: നിന്നെ അവൻ താഴ്മയിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരന്തരം തൻ്റെ കൃപ നിനക്ക് തരാൻ കഴിയും. കാരണം നിനക്ക് നഷ്ടപ്പെട്ട ആ കാര്യത്തെക്കാൾ അധികം അവൻ്റെ കൃപയാണ് നിനക്ക് വലുത്. നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യത്തെക്കാൾ വലുതാണ് അവൻ്റെ ആ കൃപ. അതിനുശേഷം അതിൻ്റെ കാരണം അവൻ പറയുകയാണ്. 3 പ്രാവശ്യം അത് മാറിപ്പോകാനായിട്ട് അവൻ പ്രാർത്ഥിച്ചെന്ന കർത്താവ് പറഞ്ഞില്ല. അതിനു പകരം 9-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ. ഇത് വളരെ പ്രശസ്തമായ വാക്യമാണ്, എന്നാൽ ആ മുഴുവൻ വാക്യം അവർക്ക് അറിയത്തില്ല. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, കാരണം എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ അവൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ കൃപ എന്താണെന്ന് അനേക നാളുകൾ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് മനസ്സിലാകാത്ത ഒരു പദം എന്താണത്? സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് കൃപ, കൃപ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഈ വാക്യം പോലെ അത് വ്യക്തമായി പറയുന്ന മറ്റൊരു വാക്യവുമില്ല. കൃപയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. എന്നാൽ അത് താഴ്മയുള്ളവർക്ക് മാത്രമേ അവൻ കൊടുക്കുകയുള്ളൂ. താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ കൃപ മാത്രം നിനക്ക് മതി, കാരണം എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ നിന്നെ താങ്ങും. ഈ വാക്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. എന്താണ് നിങ്ങളുടെ ബലഹീനത? എന്താണ് നിങ്ങളെ തടയുന്നത്? നിങ്ങൾ നാണം കുണിയാണോ? ഞാൻ ഓർക്കുന്നു, ഞാൻ 64 കൊല്ലം മുമ്പ് ഒരു ക്രിസ്ത്യാനിയായപ്പം മറ്റുള്ളവരോട് സാക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാനൊരു നാണം കുണിയായിരുന്നു, യേശുവിനെക്കുറിച്ച് പറയാൻ നാണമുള്ളവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നെ ശക്തനാക്കാനായിട്ട് നിനക്ക് നിശ്ചയമായിട്ടും കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അത് ചെയ്തു. ഒരു നേവൽ ഓഫീസറായിരുന്ന ഞാൻ തെരുവിൽ നിന്ന് കർത്താവിനെ സാക്ഷിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ മാറ്റി എനിക്ക് ജോലിയില്ലാത്ത സമയങ്ങളിൽ ആ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു. എനിക്ക് താഴെ ജോലി ചെയ്യുന്നവർ എന്നെ നോക്കിക്കൊണ്ട് പലപ്പോഴും ചിരിക്കാറുണ്ടായിരുന്നു. മുതിർന്ന ഓഫീസർമാർ എൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവർ ചിന്തിച്ചു, എന്ത് ഭ്രാന്താണ് ഇവൻ കാണിക്കുന്നത്. എന്നാൽ ദൈവം എനിക്ക് ധൈര്യം തന്നു. എനിക്ക് 23 വയസ്സുള്ളപ്പോൾ റോഡിൽ നിന്ന് പ്രസംഗിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത്. ഞാൻ വളരെ ചെറുപ്പമായിരുന്നുകൊണ്ട് ഞാൻ പോകുന്ന സഭയിൽ അവർ പ്രസംഗിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ട് തെരുവിൽ നിന്ന് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കർത്താവേ, എനിക്ക് ധൈര്യം തരണേ എൻ്റെ ഈ നാണത്തെ അതിജീവിക്കാനായിട്ട്. എനിക്ക് ധൈര്യമില്ല കർത്താവേ. കർത്താവ് പറഞ്ഞ്, ഞാൻ കൃപ തരാം, നിൻ്റെ ഏത് ബലഹീനതയും മറികടക്കാനുള്ള കൃപ. ഇതൊരു മനോഹരമായ വാക്യമാണ്. 9-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും. ഞാൻ ബലഹീനനായതിനായിട്ട് സ്തോത്രം. കാരണം ഞാൻ എൻ്റെ ബലഹീനത അംഗീകരിക്കുമ്പോൾ എന്നെ ബലഹീനനാക്കാനായിട്ട് ദൈവം അനുവദിച്ച ഈ ശൂലത്തെ അവൻ്റെ ശക്തി എൻ്റെ ബലാവസ്ഥയ്ക്കും. നമുക്ക് മനസ്സിലാകാത്ത ഒരു വൈരുദ്ധ്യമാണ് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നാം കാണുന്നത്. നമുക്ക് ശക്തി തരാൻ വേണ്ടി നമ്മളെ ബലഹീനരാക്കുന്നു. നമ്മൾ ചിന്തിക്കും, അമാനുഷികമായിട്ട് കറണ്ട് ശരീരത്തിൽ കൂടെ പോകുന്ന പോലെ ഒക്കെ എന്തോ സംഭവിച്ചാണ് നമുക്ക് ദൈവശക്തി തരുന്നല്ല. അവൻ നിന്നെ ബലഹീനനാക്കി നിനക്ക് ശക്തി പകരും. ഞാനത് പഠിച്ചു. സത്യസന്ധമായി പറയണം, ഞാൻ ചിലപ്പം വളരെ ബലഹീനനാകും. ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം എനിക്കതിന് ഒട്ടും ശക്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നും. ഞാൻ കർത്താവിനോട് പറയും, കർത്താവ്, ഇവിടെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അശക്തനാകുമ്പം കർത്താവ് എന്നോട് പറയും, എൻ്റെ വചനം സംസാരിക്കാനായിട്ട് ഞാൻ നിന്നെ ഒരുക്കുകയാണ്. ഇവിടെ നിനക്ക് നിൻ്റെ കഴിവിൽ ആശ്രയിക്കാൻ കഴിയുകയില്ല, നിൻ്റെ അറിവിൽ. നീ നിൻ്റെ ബലഹീനത മനസ്സിലാക്കി എന്നിൽ ചാരുക. ആ കൊമ്പ് പോലെ. ഈ കൊമ്പ് ഒരുപക്ഷെ 50 കൊല്ലമായിട്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ അതിനെ മുറിച്ചു കഴിഞ്ഞാൽ, ഞാൻ 50 കൊല്ലമായിട്ട് ഫലം കായ്ച്ചുകൊണ്ടിരുന്നവനാണെങ്കിലും എന്നെ ആ മരത്തിൽ നിന്ന് വെട്ടിമാറ്റിയാൽ ഞാൻ മരിച്ചു പോകും. പിന്നെ ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല. എത്ര വർഷമായിട്ട് ഞാൻ ഫലം കായ്ച്ചുകൊണ്ടിരുന്നാലും ഞാൻ പിന്നെയും ആ മരത്തോട് ഒട്ടി തന്നെ ഇരിക്കണം, എന്നും എന്നേക്കും. അതൊരു വലിയ സത്യമാണ്. എന്നെ പിരിഞ്ഞ് നിനക്കൊന്നും കഴിയില്ല. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ കൂടാതെ നിനക്കൊരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മെ ബലഹീനരാക്കുന്നത്. അതുകൊണ്ടാണ് ജഡത്തിലെ ശൂലം അവൻ നമുക്ക് തരുന്നത്. നമ്മെ ക്രിസ്തുവിനെ പോലെ ആകാൻ അവൻ സകലതും നമ്മുടെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് പത്രോസ് തന്നെ തള്ളി പറയരുതെന്ന് യേശു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല എന്നാണ്.
അവൻ പ്രാർത്ഥിച്ചോ, പിതാവേ അവൻ എന്നെ തള്ളിപ്പറയരുതെന്ന്? അതൊരു നല്ല പ്രാർത്ഥനയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു സഹോദരൻ അവൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ യേശുവിനെ തള്ളിപ്പറയുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ അവൻ യേശുവിനെ തള്ളിപ്പറയാനൊരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ സംഭവിക്കരുതെന്ന്. യേശുവിന് വളരെ മുമ്പ് അറിയാമായിരുന്നു പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന്. എന്നാൽ അവൻ അത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചില്ല. യോഹന്നാൻ പത്രോസിനെ കാണാൻ ഇടയാകലെന്നും അവൻ പ്രാർത്ഥിച്ചില്ല. എങ്കിൽ അവൻ അവിടെ വരികയില്ലായിരുന്നു. എങ്കിൽ പത്രോസ് അവനെ തള്ളിപ്പറയില്ലായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് പത്രോസ് ആ നടുമുറ്റത്ത് എത്തിയതുകൊണ്ടാണ്, ആ മഹാപുരോഹിതന്റെ മുറ്റത്ത് എത്തിയതുകൊണ്ട്. ദൈവത്തിന് നിസ്സാരമായിട്ട് തടയാമായിരുന്നു. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ദൈവത്തിന് തടയാൻ കഴിയുമായിരുന്നില്ലേ? നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ ദൈവം ആ കാര്യം എന്തുകൊണ്ടാണ് തടയാതിരുന്നെന്ന്? നീ തോക്കാൻ അവൻ അനുവദിച്ചു, പത്രോസിനെ അവൻ അനുവദിച്ചു. അങ്ങനെയാണ് പത്രോസ് തൻ്റെ നിസ്സഹായത മനസ്സിലാക്കുന്നത്. അവിടെ നിൽക്കാൻ പത്രോസിന് കഴിഞ്ഞില്ല. അവനവിടെ പരാജയപ്പെട്ടു. അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അങ്ങനെയാണ് അവനെ പെന്തക്കോസ്തിനായിട്ട് ഒരുക്കിയത്. പത്രോസിനെ എങ്ങനെയാണ് പെന്തക്കോസ്തിനായിട്ട് തയ്യാറാക്കിയത്? പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറയെ മാത്രമായിരുന്നില്ല ആ പെന്തക്കോസ്ത് ദിവസം. അപ്പോസ്തല പ്രവൃത്തി 2 നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പെന്തക്കോസ്ത് നാളിൽ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ശേഷം അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ അവിടെ അന്യഭാഷകളിൽ സംസാരിച്ചു. എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ അത് മനസ്സിലായി. എന്തു വലിയൊരു അനുഭവം! അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 2 പത്രോസിൻ്റെ ആ പ്രസംഗം നിങ്ങൾ കേട്ടെ. അത് 15 മിനിറ്റ് പോലും ഇല്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു? അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്ന ആ പ്രസംഗം പ്രസംഗിക്കാൻ എത്ര സമയം എടുത്തു കാണും? അവൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം 15 മിനിറ്റ് പോലും ഇല്ല. അതിൻ്റെ ഫലമെന്തായിരുന്നു? 3000 യഹൂദന്മാർ മാനസാന്തരപ്പെട്ടു. ഒരു യഹൂദനെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ എനിക്കെത്ര സന്തോഷമുണ്ടാവും. എന്നാൽ പൗലോസ് ഇവിടെ 3000 യഹൂദന്മാരെയാണ് രക്ഷിച്ചത്. അതും അത്ഭുതം ചെയ്തുകൊണ്ടോ 1 മണിക്കൂർ ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടോ അല്ല. ഒരത്ഭുതവും കാണിച്ചില്ല, ആരെയും സൗഖ്യമാക്കിയില്ല. വെറും 15 മിനിറ്റത്തെ പ്രസംഗം. നിങ്ങൾ ആ പ്രസംഗം വായിച്ചു. അത് ആളുകളെ ഇളക്കുന്നതായിരുന്നില്ല. വലിയ വാക്ചാതുര്യം ഒന്നുമില്ല. 2-ാം അധ്യായം വായിച്ചു നോക്കൂ. അത് മനുഷ്യനെ ഇളക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. പല വാക്യങ്ങളൊക്കെ കാണിച്ച് പ്രസംഗിക്കുന്ന ഒരു സാധാരണ പ്രസംഗമായിരുന്നു അത്, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എങ്ങനെയാണ് ഇങ്ങനൊരു വളരെ സാധാരണമായ ഒരു പ്രസംഗം, അതിലൂടെ എങ്ങനെയാണ് 3000 ആളുകൾ മാനസാന്തരപ്പെട്ടത്? ഞാൻ പറയാം. അത് കർത്താവിനെ ചാരുന്ന ഒരു ബലഹീനനായ മനുഷ്യൻ്റെ പ്രസംഗമായിരുന്നു. അവനത് സംസാരിച്ച പരിശുദ്ധാത്മാഭിഷേകത്തോടാണ്, അല്ലാതെ പത്രോസിൻ്റെ കഴിവുകൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ അല്ലായിരുന്നു. സാധാരണ നമ്മൾ കർത്താവിനെ സേവിക്കുമ്പോൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ മാനുഷികമായിട്ടുള്ള നമ്മുടെ കഴിവിലൊക്കെ ആശ്രയിക്കും. കർത്താവ് പറയാം, അങ്ങനല്ല, ഞാൻ നിന്നെ ബലഹീനനാക്കും, എന്നിട്ട് എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. പിന്നെയും ദൈവം എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കേതാണ്ട് 23 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷമായി. ഞാൻ ഈ 60 കൊല്ലം മിക്കവാറും എപ്പോഴും പ്രസംഗിക്കും. എന്നാൽ ഞാൻ ഇന്നും കാണുന്നത് ദൈവം എന്നെ കൂടുതൽ ബലഹീനനാക്കുന്നതാണ്. മിക്കപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരിക്കും. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് ആരെയും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് ദൈവവചനത്തിൽ ആഴമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എൻ്റെ ആദ്യ സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ ശ്രദ്ധാപൂർവ്വം നോട്ടുകളൊക്കെ എഴുതുമായിരുന്നു. കാരണം ആളുകളുടെ സമയം പാഴാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സമയം മുന്നോട്ട് പോയപ്പം നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് പ്രധാനമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നിസ്സഹായതയോടെ ആശ്രയിക്കുന്ന ആ ഇടത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ മതഭക്തരായ ക്രിസ്ത്യാനികൾ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ച സമയത്ത്. കാരണം അവരുടെ തെറ്റായ പഠിപ്പിക്കലുകൾ ഞാൻ തുറന്നു കാണിച്ചതാണ്. ഞാൻ ആ കോടതിയിലേക്ക് കാലുകുത്തിയപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഭയപ്പെടരുത്, 2000 കൊല്ലം മുമ്പ് മതഭക്തർ എന്നെയും കോടതി കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കാൽച്ചുവടുകൾ പിൻഗമിക്കാം. ഓ, അതെന്നെ എത്രമാത്രം അനുഗ്രഹിച്ചു. ഓ, ഞാൻ യേശുവിൻ്റെ പാതയിലാണ് പോകുന്നത്. എനിക്കെതിരെ തെറ്റായ കാര്യം മറ്റുള്ളവർ ആരോപിക്കുമ്പോഴും നന്ദി കർത്താവ്, ഇവിടെയും എനിക്ക് അങ്ങോട്ട് കൂട്ടായ്മയിലായിരിക്കാം. എല്ലാം സംഭവിക്കുന്ന എന്നെ ബലഹീനനാക്കാൻ വേണ്ടിയാണ്. നിന്നെ ബലഹീനനാക്കാൻ ദൈവം എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയുക. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്. നിസ്സാരമായിട്ട് നമ്മെ താഴ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനുവേണ്ടി ദൈവം പല സാഹചര്യങ്ങളും അനുവദിക്കും. ഇവിടെ പത്രോസ് ആ 15 മിനിറ്റത്തെ പ്രസംഗത്തിലൂടെ 3000 യഹൂദന്മാർ മാനസാന്തരപ്പെട്ടത് ഏറ്റവും അത്ഭുതം പത്രോസിനായിരിക്കും.
ഈ സന്ദേശത്തിന് ശേഷം ഒരാൾ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട്, "ഓ പത്രോസേ, എന്തു വലിയ ശുശ്രൂഷയായിരുന്നു! നിന്റെ ഒറ്റ പ്രസംഗം അതിൽ 3000 ആളുകളാണ് രക്ഷിക്കപ്പെട്ടത്." പത്രോസ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടാവും, "അത് ഞാനല്ലായിരുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? 6 ആഴ്ച മുമ്പ് ഞാൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞവനാണ്." അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നുപോയില്ല. അവൻ പൂർണ്ണനായതുകൊണ്ടല്ല ദൈവം അവനെ ഉപയോഗിച്ചത്. പത്രോസിനെ പോലെ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ മറ്റൊരു ശിഷ്യനും ഉണ്ടായിരുന്നില്ല. അത് അവനെ പെന്തക്കോസ്തിനായിട്ട് ഒരുക്കുകയായിരുന്നു. അവൻ താഴ്മയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ശക്തമായി അവനെ ഉപയോഗിച്ചപ്പോഴും അവൻ നിഗളിക്കാതെ ഇരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എന്നെ പല സാഹചര്യങ്ങളോട് താഴ്മയുള്ളവനാക്കി. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നെ ഉപയോഗിച്ചാൽ ഞാൻ പറയും, "കർത്താവേ, ഞാൻ ആരെന്ന് എനിക്കറിയാം. ഞാൻ പൂർണ്ണമായിട്ടും പരാജിതനായ ഒരാളായിരുന്നു. എനിക്കറിയാം എത്രയോ പ്രാവശ്യം ഞാൻ അങ്ങേ കൊച്ചാക്കി. അതുകൊണ്ട് ഒന്നിലും പുകഴാൻ എനിക്ക് കഴിയില്ല." എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവന് നിങ്ങളെ ചെറുതാക്കേണ്ടി വരും. പത്രോസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട പാപത്തിൽ തന്നെയായിരുന്നു അത്. അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് 1 പ്രാവശ്യമായിരുന്നില്ല, 3 പ്രാവശ്യം. ഇപ്പം ദൈവത്തിന് അവനെ ഉപയോഗിക്കാം. ഇനി ഒരിക്കലും അവൻ നിഗളിക്കുകയില്ല. വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 30 കൊല്ലത്തിന് ശേഷം, ഇപ്പോൾ അവൻ 60 വയസ്സ് പ്രായമുണ്ട്. ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവൻ്റെ ഓർമ്മയിലുണ്ട്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനത് മറന്നു പോയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചപ്പം അവിടെ നിങ്ങൾ വളരെ മോശമായിട്ട് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ കർത്താവിനെ വളരെ ചെറുതാക്കി. നിങ്ങളെ താഴ്മയുള്ളവനാക്കാനായിട്ട് അതിൻ്റെ ഓർമ്മ അവൻ നിരന്തരം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. അങ്ങനെ ചില ഓർമ്മകൾ എനിക്കുമുണ്ട്. ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയപ്പോഴും മാനസാന്തരപ്പെടുന്നതിന് മുമ്പും അങ്ങനെയുള്ള എൻ്റെ ആ നാളുകളിൽ, ഞാൻ മാനസാന്തരപ്പെട്ട ശേഷവും ഞാൻ പിന്മാറ്റത്തിൽ പോയ സമയങ്ങളിൽ ഞാൻ പറഞ്ഞ, "കർത്താവേ, ആ ആദ്യ നാളുകളിൽ എനിക്കിതിനെ ശരിയായി അറിയില്ലായിരുന്നു. ഞാൻ പിന്മാറ്റത്തിൽ പോയി എന്നെ ഉത്സാഹിപ്പിക്കാൻ എനിക്ക് സഹോദരന്മാരില്ലായിരുന്നു." ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടത്. ദൈവം എന്നെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഞാനത് ഓർക്കാറുണ്ട്. എനിക്കറിയാം, കർത്താവേ, ഞാൻ ആരാണ്. നീ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഇന്നും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നും എനിക്ക് അങ്ങേ ദുഃഖിപ്പിക്കാൻ കഴിയും, അങ്ങനെ കൈവിട്ടാൽ. എന്നാൽ അങ്ങനെ കൈവിടാത്തതിനാണ് സ്തോത്രം. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. എഫേസ്യർ 1:6 നിങ്ങൾ മറന്നു പോകരുത്. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ആ പദം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയും. നിരാശയിൽ നിന്നും സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ രക്ഷിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്: തൻ്റെ പ്രിയനിൽ അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരാജയങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഒക്കെ അവൻ ഓർമ്മയില്ലേ? അതെല്ലാം അവൻ അറിയാം. എന്നിട്ടും തൻ്റെ പ്രിയനിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തു. പിശാചിനോടത് പറയുക. പിശാചിൻ്റെ മുമ്പിൽ നീ ഒരു സാക്ഷ്യമായിരിക്കുക. അവസാനമായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങളെ കാണിക്കാം. അത് കാണുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പിശാചിനെ വിളിക്കുന്ന സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നുവെന്നാണ്. രാവും പകലും അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വഴുതുന്നത് കാണാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അവൻ പറയും, കർത്താവെ, നീ കാണുന്നില്ലേ? അവൻ നിൻ്റെ മകനാണെന്നാണ് പറയുന്നത്. ഇവൻ സഭയിൽ വരുന്നവനാണ്. നോക്കൂ, അവൻ എന്താ ഇപ്പം ചെയ്യുന്നത്? ഇത് നിൻ്റെ മകനാണോ? അവൻ കുറ്റപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഈ അപവാദം പറയുന്ന പിശാചിനെ അവരെങ്ങനെ ജയിച്ചെന്നാണ്. പഴയ നിയമത്തിലുള്ളവരെ എങ്ങനെയാണ് പിശാച് കുറ്റപ്പെടുത്തിയത്? ഇങ്ങനെ പറയാൻ കഴിയില്ല, കർത്താവ്, ഇനിയും ഞാൻ അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് കാര്യമില്ല. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ് അവരവനെ ജയിച്ചത്. ഒരിക്കലും അത് മറന്നു പോകരുത്. ഇനിയും ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നുള്ള ദൃഢനിശ്ചയം കൊണ്ടായിരുന്നില്ലത്. ശരിയാണ്, ഭാവിയിൽ നാം മെച്ചപ്പെട്ടവരാണ്. എന്നാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പിശാചിനെ, യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നു, അവരത് വിശ്വസിക്കുക മാത്രമായിരുന്നില്ല. വെളിപ്പാട് പുസ്തകം 12:11 അവരവനെ ജയിച്ചത് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും അതുപോലെ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ്. അത് ഞായറാഴ്ച രാവിലെ സഭയിൽ വന്ന് പറയുന്നതല്ല, പിശാചിനോട് നിങ്ങൾ പറയുന്ന സാക്ഷ്യമാണ്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് പിശാചിനോട് സാക്ഷ്യം പറയുന്നവരാണ്? പിശാചിനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ എല്ലാ പാവങ്ങൾക്കും പരിഹാരം വന്നിരിക്കുന്നു. നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ തോറ്റുപോയി. ഞാനത് ഏറ്റുപറഞ്ഞു, അതിൽ നിന്ന് തിരിഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി. നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ആ ഭോഷത്വം അത് കാണിച്ച് ഒരിക്കലും നിനക്കെന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആ ധൈര്യം നിങ്ങൾക്കുണ്ടോ? വെളിപ്പാട് പുസ്തകം 12:11 പഠിക്കുക. അവർ പിശാചിനെ യേശുവിൻ്റെ രക്തം ഹേതുവായിട്ടും അവർ പിശാചിനോട് പറഞ്ഞ അവരുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടുമാണ്. മരണപര്യന്തം അവർ പ്രാണനെ സ്നേഹിച്ചുമില്ല. ദൈവത്തിന് മുഖത്ത് നിങ്ങൾ ഓരോരുത്തരെയും ജയാളികളാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ പാതയിൽ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കരുത്. ഒരിക്കലും പ്രിയനായവനിൽ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ തോറ്റുപോയോ? കാത്തിരിക്കരുത്. പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നമുക്ക് ജയാളികളാകാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസൻ എന്ന നിലയിൽ ഇത് നിങ്ങളോട് പറയാൻ എനിക്കൊരു മടിയുമില്ല. നിങ്ങൾ ഓരോരുത്തരും ജയാളികളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകം 3:12 നാം വായിക്കുന്ന പ്രകാരമാണ്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഓ, എത്ര വലിയൊരു പദവിയാണ്! നമ്മൾ യോഗ്യരായതുകൊണ്ടല്ല, ഉലകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അതിനർത്ഥം അവൻ്റെ നന്മയെ ഞാൻ മുതലാക്കണമെന്നല്ല. അല്ല, പാപിയായ എന്നെ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്നെ താഴ്മയുള്ളവനാക്കുന്നു. പലതരത്തിൽ എനിക്ക് വീഴ്ച ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ എന്നെ തിരഞ്ഞെടുത്തു. എന്നിട്ടും അവനോട് ക്ഷമിക്കുന്നു. എന്നെ ചെറുതാക്കി അവൻ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ അവൻ അത് തന്നെ ചെയ്യും. പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ നന്ദിയുള്ളൊരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. നന്ദിയുള്ളൊരു ഹൃദയം, കർത്താവിനോടുള്ള ആ നന്ദിയുള്ള ഹൃദയം ഒരിക്കലും നഷ്ടപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എനിക്ക് വേണ്ടി ചെയ്ത സകല കാര്യങ്ങൾക്കായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ നന്ദിയുള്ള ഹൃദയം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. 2 ദിനവൃത്താന്തം 20 നാം വായിക്കുന്നു, യഹോശഫാത്ത് ഒരു യുദ്ധത്തിലാണ്. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് ജയം തന്നിരിക്കുന്നു. യഹോശഫാത്ത് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? 2 ദിനവൃത്താന്തം 20 വായിച്ചു നോക്കൂ. അവന് സൈന്യത്തിന് മുമ്പിൽ വാളും പരിചയമുള്ളവരെ അല്ല അയച്ചത്. അവൻ അയച്ചത് കൈ ഉയർത്തി ദൈവത്തിന് സ്വോത്രം എന്ന് പറയുന്നവരെയാണ്. അവരാ യുദ്ധം ജയിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ യുദ്ധം ജയിച്ചത്. എനിക്കും അതാണ് വേണ്ടത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും ദൈവത്തിന് സ്വോത്രം ചെയ്യുക. കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഇപ്പോഴും സിംഹാസനത്തിലുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിൽ ലഭിച്ചു. അതിന് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വരാത്ത ചില കാര്യങ്ങളുണ്ട്. എൻ്റെ സകല പാപത്തിൽ നിന്ന് യേശു എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. തൻ്റെ പ്രിയനായവനിൽ അവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു. 2000 കൊല്ലം മുമ്പ് എന്നേക്കുമായിട്ട് പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. ദൈവം സിംഹാസനത്തുണ്ട്. എന്നും അവൻ അവിടെ തന്നെ കാണും. അവൻ എൻ്റെ സ്വർഗീയ പിതാവാണ്. പിന്നെന്തിനാ ഞാൻ വിചാരപ്പെടുന്നത്? ചില കാര്യം തെറ്റായി നടന്നോ, പണം പോയോ, ആരോഗ്യം പോയോ, എന്നാലും ദൈവം സിംഹാസനത്തിൽ തന്നെ ഉണ്ട്. അവൻ എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിരന്തരം ഞാൻ അവനെ സ്തുതിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എപ്പോഴും ഞാൻ നന്ദി പറയും. എപ്പോഴും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. 24 മണിക്കൂറും. ഇങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. ഇന്നു മുതൽ എല്ലാ ദിവസവും നാം ജീവിക്കേണ്ടത് അങ്ങനെയാണ്. ഇന്ന് നമുക്കൊരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ. നന്ദിയും സ്തുതിയുമുള്ള ഒരു ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം.